SSLC പരീക്ഷാ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട നിർണായക പരീക്ഷാ ബോർഡ് യോഗം ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് യോഗം. പരീക്ഷാഫലം മറ്റന്നാൾ തന്നെ പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്ന കാര്യം യോഗം ചർച്ച ചെയ്യും. പുതിയ സർക്കാർ ഭരണമേൽക്കാത്തതും വിദ്യാഭ്യാസ മന്ത്രി ഇല്ലാത്തതുമാണ് പ്രതിസന്ധിയായിരിക്കുന്നത്. സ്വാന്തന സാജു വിവരങ്ങൾ നൽകാനുണ്ട്. സ്വാന്തന, ഗുഡ് മോർണിംഗ്. അപ്പോൾ 15-ാം തീയതി ഈ ഒരു ഫലത്തിനായി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, അവരുടെ മാതാപിതാക്കൾ, അപ്പോൾ മുഖ്യമന്ത്രി പോലും ആയിട്ടില്ല. ഇനി ചുരുങ്ങിയ സമയത്തിനകം മുഖ്യമന്ത്രിയായി, പിന്നീട് ഒരു മന്ത്രിസഭയായി, അതിലൊരു വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ കേരളത്തിന് കിട്ടുക എന്ന് പറയുന്ന അസംഭവ്യമാണെന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായ സമയത്ത് വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭാവത്തിൽ എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയൊക്കെ ചേർന്നിട്ട് ഫലപ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കും ആലോചന. ഗുഡ് മോർണിംഗ് ഷിയാസ്, ഗുഡ് മോർണിംഗ് ശ്രുതി. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് SSLC ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർണായക പരീക്ഷാ ബോർഡ് യോഗമാണ് ഇന്ന് ചേരാനിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം ചേരുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മാത്രമല്ല, SCRTയുടെ ഡയറക്ടർ ഉണ്ടാകും, അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഉണ്ടാകും, മറ്റ് 2 വിദഗ്ധരുണ്ടാകും. ഇത്രയും ആളുകൾ ചേർന്നിട്ടാണ് ഈ യോഗം നടത്തുന്നത്. ഇതിൽ പ്രധാനമായും പരിശോധിക്കുന്നത് ഈ മാസം 15-ാം തീയതി തന്നെ, നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന തീയതിയാണ്, ഈ മാസം 15-ാം തീയതി തന്നെ ഫലപ്രഖ്യാപനം നടത്താൻ കഴിയുമോ, അതുപോലെ തന്നെ ആരാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ യോഗം ചേർന്നിരിക്കുന്നത്. സാധാരണ ദിവസങ്ങളിൽ ഈ പരീക്ഷ ഫലപ്രഖ്യാപനം ഈ ഒരു യോഗം ചേർന്ന് കഴിഞ്ഞാൽ 2ാമത്തെ ദിവസം, അതായത് ഇന്ന് യോഗം ചേരുകയാണെങ്കിൽ, പരീക്ഷാ ബോർഡ് യോഗം ഇന്നാണ് ചേരുന്നതെങ്കിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് ഫലപ്രഖ്യാപനം സാധാരണമായി നടത്താറുള്ളത്. നമ്മൾ കാണാറുള്ളത് പോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും ഈ പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ നമുക്കറിയുന്നത് പോലെ തന്നെ, നേരത്തെ ഷിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ, മന്ത്രിസഭ രൂപീകരണം നടന്നിട്ടില്ലാത്തത് കൊണ്ട് ആരാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത് എന്ന കാര്യത്തിലടക്കം ഒരു ചർച്ചയുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇതിനു മുൻപ് 2021 സമാനമായൊരു സാഹചര്യം ഉണ്ടായത്. അന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും അതുപോലെ തന്നെ വകുപ്പ് സെക്രട്ടറിയും കൂടി ചേർന്നിട്ടായിരുന്നു അന്ന് ഫലപ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ അതുപോലെ തന്നെ ഈ വർഷവും ഫലപ്രഖ്യാപനം പറഞ്ഞ തീയതിയിൽ തന്നെ, അതായത് 15-ാം തീയതി തന്നെ നടത്താൻ കഴിയുമോ എന്നുള്ള ഒരു കാര്യം കൂടി എന്തായാലും ഇന്നത്തെ പരീക്ഷാ ബോർഡ് യോഗത്തിൽ തീരുമാനിക്കും എന്നാണ് അറിയുവാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. എന്തായാലും വൈകുന്നേരം 3 മണിക്കാണ് ഈ നിർണായക യോഗം ചേരാനിരിക്കുന്നത്. വൈകിപ്പിക്കാതെ തന്നെ 15-ാം തീയതി തന്നെ പരമാവധി ഫലപ്രഖ്യാപനം നടത്തണമെന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും അവരുടെ രക്ഷകർത്താക്കളുടെയും ഒക്കെ തന്നെയും ആവശ്യം. അപ്പോൾ അതുകൂടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇന്നത്തെ യോഗം മുന്നോട്ടേക്ക് പോകുക എന്നാണ് അറിയുവാൻ വേണ്ടി സാധിച്ചത്.